ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അല്ല ചെയ്യുന്നത്, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു ഫിഷ് തലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സാൽമൺ ഫിഷിൻ്റെ തല വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഫിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്, അതുപോലെ നല്ല രുചിയുമാണ്. അപ്പോൾ ഈ ഒരു ഫിഷ് വെച്ചിട്ടാണ് ഇന്ന് തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു റെഡ് കളറായിരിക്കും. അപ്പോൾ നമ്മളൊരു കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇത് ഫിഷ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു ഇത് വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഈ പല്ലുണ്ടല്ലോ, ഈ പല്ലൊക്കെ നല്ലൊന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. പിന്നെ അങ്ങനെ ഇത് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മീഡിയം സൈസിലുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ 2 കറിവേപ്പില. ഇതിലേക്ക് തക്കാളി യൂസ് ചെയ്യുന്നില്ല, തക്കാളി യൂസ് ചെയ്യാതാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തക്കാളിക്ക് പകരമായിട്ട് കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുടംപുളി ഉണ്ടാകുമ്പോൾ അതിന് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവും, അപ്പോൾ തക്കാളിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3 നമ്മൾ ചതച്ചെടുക്കണം, നല്ലതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഞാനിവിടെ കാശ്മീരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറിക്ക് നല്ല കളറ് കിട്ടും. അതിൽ ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുളക് പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കണം. ഒരു കുഴമ്പ് രൂപത്തിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കറിക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കളർ ഉണ്ടാവും, റെഡ് കളർ കുറച്ച് കൂടുതൽ കിട്ടും. ചില കാശ്മീരി പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കളർ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കളർ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതുപോലെ കണ്ടില്ല, ചൂടുവെള്ളത്തിൽ അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. എന്നിട്ട് ഈ മിക്സാക്കി വെച്ചിട്ടുള്ള ഈ ചില്ലി പേസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നേ ചതച്ച് വെച്ചിട്ടുള്ള അതിൽ നിന്നും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇതിലേക്കൊന്ന് കുറച്ച് ചേർത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മിക്സാക്കി വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലിയും പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടി നല്ലതുപോലെ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണിത്. എന്നിട്ട് അതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുള്ള ആ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഒന്ന് ഇട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതുപോലെ കുടംപുളി ഇതിലിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി യൂസ് ചെയ്യാനാണത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം വെളിച്ചെണ്ണ അത്യാവശ്യം വേണം മീൻ കറിക്ക്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് അതിന് ശേഷം നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും മീഡിയത്തിൽ വെക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവ കരിഞ്ഞു പോകാൻ പാടില്ല, അത് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അത് ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിക്കോളും. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കും.
അപ്പോൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാശ്മീരി ചില്ലി മിക്സാക്കി വെച്ച ഈ പേസ്റ്റ് അരച്ചെടുത്തല്ലോ, മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ആ പേസ്റ്റാണ് ഇനി ആഡ് ചെയ്യേണ്ടത്. ഇത് വെള്ളം ചേർത്തിട്ട് ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി നമ്മൾ ചുടുവെള്ളത്തിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നല്ല കളർ ഉണ്ടാവും. കളർ കിട്ടാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കണ്ടില്ല, ഇതിൻ്റെ എണ്ണയൊക്കെ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ഉപ്പ് ആവശ്യത്തിന്. ലാസ്റ്റ് ഉപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് പാകത്തിന് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഈ സ്റ്റേജിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി അടുത്ത ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുള്ള ആ വെള്ളവും പിന്നെ അതുപോലെ തന്നെ അതിൽ കുതിർത്ത് വെച്ചിരുന്നല്ലോ കുടംപുളി, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് നമുക്ക് ഇനി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഇത് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക, കൂടുതലാകാൻ പാടില്ല. നമ്മൾ ഈ കറിക്ക് കുറച്ചൊരു ഗ്രേവി, കുറച്ച് തിക്ക് വേണം, ഗ്രേവി പോലെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാനുള്ള കാര്യം മറന്നുപോയി. അപ്പോൾ പച്ചമുളക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓക്കെ, ജസ്റ്റ് തിളന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മീന് നമ്മൾക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടാവണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 6-7 മിനിറ്റ് വെന്താൽ മതിയാവും. കാരണം ഇത് സാൽമൺ ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് ഇളക്കരുത്, ഇളക്കിയാൽ ഇത് ഉടഞ്ഞു പോകും. ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നൊരു സൈസ് മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഫിഷ് ഇപ്പോൾ ഏകദേശം 6-7 മിനിറ്റ് ഇപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ ഏത് ഫിഷും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ സാധാ മുളകും പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ നോർമൽ ചില്ലി പൗഡറും ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കുന്ന സമയത്ത് എരിവ് കുറവുള്ളതും നല്ല കളർ കിട്ടുന്നതും ആയിട്ടുള്ള കാശ്മീരി ചില്ലി ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാണ്ട്. അതിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഫിഷ്, അത് ഏത് ഫിഷ് കറി ഉണ്ടാക്കുകയും ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് ഫിഷും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.